ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് ഇടപെടുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവരായി മാറുക. ലോകത്തിലുള്ള മനുഷ്യൻ ലോകത്തിലുള്ളതിൽ പ്രത്യാശ വെക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ എന്നെ വീണ്ടെടുക്കുന്ന, വിടുവയ്ക്കുന്ന, എന്നെ കരം പിടിക്കുന്ന, എന്നെ വിടുവച്ച ദൈവത്തിൻ്റെ കരം എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് തുണയുണ്ടാകും. അതുകൊണ്ട് മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ ഞാനതിനെ ജയിപ്പാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപയും ശക്തിയും എൻ്റെ ജീവിതത്തിൽ കർത്താവ് യഥാസമയം പകരുമെന്നുള്ള ഉറപ്പാണ് ഒരു ഭക്തനെ മുൻപോട്ട് ധൈര്യത്തോടെ കൊണ്ടുപോകുന്നത്. മുൻപിൽ കത്തി ഉയർന്ന് നിൽക്കുന്ന തീജാലകളെ കണ്ടിട്ടും ഭയക്കാതെ നിൽക്കുന്ന യഹൂദ ബാലകന്മാരുടെ അകത്തളത്തിലുള്ള പ്രത്യാശ, ഉറപ്പ്, ഞങ്ങളുടെ ദൈവം ഈ തീയേക്കാളും വലിയവനാണെന്നും ഞങ്ങളുടെ ദൈവത്തിന് ഈ തീയുടെ അകത്തു ഞങ്ങളെ വിടുവപ്പാൻ കഴിയുന്ന ദൈവമാണെന്നുമുള്ള ഉറപ്പ് തീയെ ജയിപ്പാൻ തക്കവണ്ണം അവരെ ഇടയാക്കിയെങ്കിൽ, തിരുവചനം 130 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ തിരുവചനം ഓർപ്പിക്കുന്നത്, ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക, യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമ്മെ വീണ്ടെടുപ്പാൻ, കരം പിടിക്കുവാൻ, നമ്മെ വഴി നടത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് അവനിൽ പ്രത്യാശ വെച്ച് മുന്നേറുക. ജീവിതത്തിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വേളകളിൽ അകത്തളത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് മുന്നേറുവാൻ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവനാണെന്നും വലിയതാണെന്നുമുള്ള ഒരു ബോധ്യം നമ്മുടെ അകത്തളങ്ങളിൽ നാം ഭരിക്കപ്പെടുമ്പോൾ, നമ്മുടെ അകത്തളങ്ങളിൽ നമ്മെ നിയന്ത്രിക്കുമ്പോൾ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങൾ നമുക്ക് പ്രതികൂലമാകത്തില്ല. തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയും, 276 പേരുമായി റോമിലേക്ക് പോകുന്ന കപ്പലിൽ ഒരു തടവുകാരനായി കിടക്കുന്ന പൗലോസ് എന്ന ദൈവഭക്തൻ മുൻപോട്ടുള്ള യാത്രയിൽ കാറ്റും കോളിലും അകപ്പെട്ട് അത് വളരെ പ്രതിസന്ധിയുടെ നടുവിലായി 14 ദിവസം അദ്രിയാക്കടലിടുക്കിൽ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ, ദിശ കാണാതെ, ദിക്കറിയാതെ ഉഴന്നു പോകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെ ധൈര്യപ്പെടുത്താൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി തന്നോട് സംസാരിച്ചു. ആ തൽഫലമായി സംഭവിക്കുന്നത് ആശ നഷ്ടപ്പെട്ടവരെ ആശയോടെ മുന്നോട്ട് നടത്താൻ കാരണമാക്കിയെങ്കിൽ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം, അതെ, ഹേരോദാവിൻ്റെ പിടിയിൽ കിടക്കുന്ന പത്രോസിനു വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെട്ടതുപോലെ, ഫിലിപ്പിയ തടവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവഭൃത്യന്മാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്നതുപോലെ, ദാനിയേലിന് വേണ്ടി ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്നതുപോലെ, ഇന്ന് നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ, നിങ്ങളുടെ ജീവിത ക്ലേശങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, സങ്കടങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ കരം നിങ്ങൾക്കും എനിക്കും വേണ്ടി വെളിപ്പെടും. അവൻ നമ്മെ ആദരിക്കുന്ന, മാനിക്കുന്ന, കരം പിടിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഉറപ്പോടെ കർത്താവിൽ ആശ്രയിക്കുക. അതേ, പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയിൽ തന്നെ പ്രത്യാശ വെക്കുക. പ്രത്യാശ മാറിപ്പോകരുത്. ഉറപ്പുള്ളവരായി ദൈവ തിരുമുഖത്തേക്ക് നോക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ.